നമസ്കാരം, ഞാൻ സുമേഷ് ആത്തക്കുളം. നമ്മുടെ CDPPMC മോഡലിൽ കൂടെ CT ബിൽഡേഴ്സ് ആപ്പിലൂടെ 10% കോസ്റ്റ് സേവ് ചെയ്തുകൊണ്ട് ക്ലയൻറ്റിൻ്റെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോഴേ ചില ആളുകൾ ചില ക്ലയൻസിനെ അതായത് ലോക്കലി ഉള്ള അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഉള്ള കോൺട്രാക്ട് ആരാണെന്ന് അറിയില്ല തെറ്റിദ്ധരിപ്പിച്ചിട്ട് വീണ്ടും ഇതിനേക്കാളിലും കുറഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത്ര സ്ക്വയർ ഫീറ്റ് കൺഫ്യൂസ് ചെയ്യലുണ്ട്. അതായത് അതെന്താ സംഭവിക്കുക പറഞ്ഞാൽ ചിലപ്പോൾ മതിലുണ്ടാവില്ല, അല്ലെങ്കിൽ ടൈൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള തിക്നെസ് ഉണ്ടാവില്ല, ക്വാളിറ്റി ഉണ്ടാവില്ല. ഇതാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവാൻ സാധ്യത. ഇനി ഞാനിതിന് ഡെപ്ത് ടെക്നിക്കലി പോകുന്നില്ല. എന്താ കാരണം ടെക്നിക്കലി പോയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകാനുള്ളത് അതല്ല വേണ്ടത്. ലോജിക്കലി തിങ്ക് ചെയ്താൽ മതി. ഒരു ഹെൽത്തി പ്രാക്ടീസസ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് പഴയ മെത്തേഡ്, കൺവെൻഷണൽ മെത്തേഡിലുള്ള കോൺട്രാക്റ്റും ബിൽഡറും എങ്ങനെ ചെയ്യുക. ഹെൽത്തി പ്രാക്ടീസസ് ഉള്ള ഒരു കോൺട്രാക്ട് ആണെങ്കിലും ബിൽഡർ ആണെങ്കിലും ഒരു 20 മുതൽ 20% അവൻ്റെ മിനിമം ഒരു ഗ്രോസ് പ്രോഫിറ്റ് എടുക്കും. പ്രോഫിറ്റ് എടുക്കും അല്ലേ? എടുക്കണ്ടേ? നമ്മളാണെങ്കിലും എടുക്കും, ആരാണെങ്കിലും എടുക്കും. ഇല്ലെങ്കിൽ അവർക്ക് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ പറ്റില്ല. വെരി സിമ്പിൾ. 2, ഈ ഇൻഫ്ലേഷൻ ഇപ്പം നമ്മൾ കോൺട്രാക്ട് എടുക്കും 1 കൊല്ലോ 6 മാസമൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഡെലിവറി ചെയ്യുക. അപ്പോഴേക്ക് വില കൂടുന്നുണ്ട് ഒരു 10% അതിന് റിസർവ് ചെയ്ത് വയ്ക്കും. അപ്പോൾ സുമാർ എത്ര പെർസെൻറ്റേജ്? 10 മുതൽ 15% വരെ ചില ആൾക്കാർ റിസർവ് ചെയ്യും. 10%. അപ്പോൾ എത്രയായി? 20, 10, 15, 35 ഇനി പോട്ടെ, രണ്ടിനും കൂടി ഒരു 10% കുറച്ചു, 2 5% കുറച്ചു എന്ന് തന്നെ വയ്ക്കുക കോൺട്രാക്ട്. എന്താ വേസ്റ്റ് കമേഴ്സ് ഹെൽത്തി ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ മിനിമം 25% എന്തായി പ്രോഫിറ്റ് എടുത്തു. പ്രോഫിറ്റ് അല്ല, അവിടെ ഗ്യാപ്പ് എടുത്തു. ശരിയല്ലേ? നമ്മളുടെ കേസിലോ നമ്മളുടെ പർച്ചേസുകൾ മറ്റേ കൺസൾട്ടൻസ്, കോൺട്രാക്ടേഴ്സ്, വർക്കേഴ്സ് ഒക്കെ ഡയറക്റ്റ് സോഴ്സ് എന്നാണ്. മാനുഫാക്ചറിൻ്റെ അടുത്ത് ഡയറക്റ്റാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഡിസ്കൗണ്ടിലായിരിക്കും കിട്ടുന്നത്. ഇതിനകത്ത് കളവോ ജാതി കമ്മീഷൻ ഒന്നും വരില്ല നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിന് ക്ലയൻറ്റിന് കിട്ടും സ്വാഭാവികമായിട്ട് എല്ലാ കാര്യങ്ങളും. ഈ നമ്മുടെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് കൂടെ ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ എങ്ങനെയുണ്ടോ അതേപോലെ, റൈറ്റ്? അല്ലെങ്കിൽ ഓലയും ഊബറും ഒക്കെ എങ്ങനെയാണോ വരുന്നത് അതേപോലെ മെത്തേഡിൽ ഏകദേശം ഡയറക്റ്റ് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ് കിട്ടും. ഒപ്പം നമ്മൾ വെറും 15% CDPPMC കോസ്റ്റേ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വലിയ റോക്കറ്റ് സയൻസും വേണ്ടത് മനസ്സിലാക്കാൻ. അവർക്ക് അവിടെ നേരത്തെ പറഞ്ഞ പോലെ 20, 15, 35 ഇനി വേസ്റ്റ് കവേഴ്സ് ഏറ്റവും താഴെയായി 25. ശരിയല്ലേ? നമ്മൾക്കിതിലോ വെറും 15. അപ്പോൾ സ്വാഭാവികമായിട്ട് ബാക്കി 10% എവിടേക്ക് വരും? ക്ലയൻറ്റിന് മെച്ചം ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടിലുണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഇത്രയും ക്ലാരിറ്റിയുള്ള ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സിസ്റ്റം വെച്ചിട്ടും അതിന് വീണ്ടും ഗ്രേ ഏരിയ ഇട്ടിട്ട് അല്ല അതിനെക്കാണ്ടി നന്നാക്കിക്കൊണ്ട് ഞങ്ങൾ കുറച്ച് ചെയ്തു തരാമെന്ന് ആരെങ്കിലും പറയണ്ടെങ്കിൽ പച്ചയ്ക്ക് പറയുന്നത് അതിൻ്റെ അകത്ത് ഈ കളവുണ്ടാവും, അല്ലെങ്കിൽ വല്ല അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഉണ്ടാവും. അല്ലാതെ കഴിയോ? 4, 3, 7 4, 3, 5 ആക്കാൻ പറ്റുമായിരിക്കും. ലോകത്തൊരാൾ കഴിയില്ല. അപ്പോൾ ഈ വസ്തുതകൾ നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത്രയും ട്രാൻസ്പെറൻ്റ് ആണ്. എല്ലാവർക്കും ഡിസൈൻസ് എന്താണെന്ന് അറിയാം, ആർക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കുക, ആർക്ക് വേണമെങ്കിൽ ക്രോസ് വെരിഫൈ ചെയ്യുക, എസ്റ്റിമേഷൻ ആർക്ക് വേണമെങ്കിൽ ക്രോസ് വെരിഫൈ ചെയ്യുക, ആർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യുക. ആ എസ്റ്റിമേഷൻ പ്രകാരം ഓരോ പൈസ കൊടുത്ത് വാങ്ങിയ ഓരോ രൂപയും ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ, എങ്ങനെയാണ് 10% മെച്ചം കിട്ടുന്നത്, ഇവിടെ കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ ഏത് സമയത്ത് വെരിഫൈ. ഇത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു സിസ്റ്റത്തിന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന ചെറിയ കൺഫ്യൂഷൻസ് വെച്ചിട്ട് അങ്ങോട്ട് മാറുന്നത് ലോജിക്ക്. ഇതിൽ ഒരു റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട. ഇതിലൊന്ന് ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. അപ്പോൾ അത് മനസ്സിലായിക്കൊണ്ട് ഇതുപോലത്തെ ഡിവൈൻ ആയിട്ടുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള CDPPMC മോഡൽ കളവും ചതിയും ഒന്നുമില്ലാതെ നിങ്ങളുടെ വീട് ക്വാളിറ്റിയോടുകൂടി നിങ്ങളുടെ ഡ്രീമിനനുസരിച്ചുകൊണ്ട് 10% സേവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഈ സിസ്റ്റത്തിന് ആരെങ്കിലും ഗ്രേ ഏരിയ ഒക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലേ അതിന് പെടാതെ കാര്യങ്ങൾ ലോജിക്കലി ടെക്നിക്കലൊന്നും വേണ്ട, കാര്യങ്ങൾ ജസ്റ്റ് ലോജിക്കലി മനസ്സിലാക്കിയിട്ട് എത്ര എളുപ്പം നിങ്ങളുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി 10% സേവ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്തെടുക്കുക. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്.